കൊച്ചിയിൽ വൻ ലഹരിവേട്ട. കുസാറ്റ് പരിസരത്തെ സ്വകാര്യ ഹോസ്റ്റലിൽ നിന്നും ചെറിയ അളവിൽ കഞ്ചാവ് കണ്ടെത്തി. കൊച്ചിയിൽ ലഹരിവേട്ട തുടർന്ന് പോലീസ്. കുസാറ്റ് പരിസരത്തെ സ്വകാര്യ ഹോസ്റ്റലുകളിലും PGകളിലുമാണ് ഇന്നലെ മിന്നൽ പരിശോധന നടന്നത്. ഹോസ്റ്റലുകളിൽ നിന്ന് ചെറിയ അളവിൽ കഞ്ചാവ് കണ്ടെത്തിയെന്ന് ACP പറഞ്ഞു. കുസാറ്റ് പരിസരത്തെ തമീം ഹോസ്റ്റലിൽ നടത്തിയ പരിശോധനയിലാണ് 2 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ കൊല്ലം സ്വദേശിയായ വിദ്യാർത്ഥി മുഹമ്മദ് സെയ്ദലിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഭാരത് മാതാ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയാണ്. പരിശോധനയുടെ ഭാഗമായി മദ്യപിച്ച വാഹനമോടിച്ചവരെയും പോലീസ് പിടികൂടി. കുസാറ്റിലെ തമീം ഹോസ്റ്റൽ സ്ഥിരം ലഹരി കേന്ദ്രമാണെന്നും ഇവിടെ നിന്ന് കഞ്ചാവ് വലിക്കുന്ന ഉപകരണങ്ങളടക്കം പിടിച്ചെടുത്തുവെന്നും പോലീസ് പറഞ്ഞു. അതേസമയം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ മിനി കഞ്ചാവ് വിപണന കേന്ദ്രമാണെന്ന് പോലീസ്. കോളേജിനകത്ത് മാത്രമല്ല കളമശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിൽ കഞ്ചാവ് എത്തിക്കുന്നത് ഹോസ്റ്റലിൽ നിന്നാണ്. പിടിയിലായ ആഷിഖാണ് പ്രധാന ലഹരി ഇടപാടുകാരൻ. പോലീസ് പരിശോധന ഉണ്ടാകില്ലെന്ന ഉറപ്പിലാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. ഇവിടെ വെച്ച് തന്നെ പാക്കറ്റുകളാക്കി പുറത്തേക്ക് വിതരണം ചെയ്യും. ഇത്തവണ ഹോസ്റ്റലിലേക്ക് എത്തിയത് 4 കഞ്ചാവ് പൊതികളാണ്. 2 എണ്ണം മാത്രമാണ് പിടികൂടാനായത്. റിമാൻഡിലുള്ള വിദ്യാർത്ഥി ആകാശിനെ കൂടുതൽ ചോദ്യം ചെയ്യാനായി പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ആകാശിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ക്യാമ്പസ് ഹോസ്റ്റലിൽ ലഹരി ഉപയോഗിക്കുന്ന കൂടുതൽ പേരുടെ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ലഹരി എത്തിച്ചു നൽകിയ 3ാം വർഷ വിദ്യാർത്ഥിക്കായി തിരച്ചിൽ ഊർജിതമാണ്. കൊല്ലം സ്വദേശിയായ ഈ വിദ്യാർത്ഥിയാണ് പണമിടപാട് നടത്തിയെന്ന് അറസ്റ്റിലായ 3 പേരും മൊഴി നൽകിയിട്ടുണ്ട്. ലഹരി എത്തിച്ചു നൽകിയ ഇതര സംസ്ഥാന തൊഴിലാളിയെയും ഉടൻ പിടികൂടും.